നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കാൻ ഗംഗയും ശ്രമിച്ചില്ലേ? അയ്യോ, അത് ഞാൻ അവര് മഹേട്ടനെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോ അറിയാതെ ചെയ്തു പോയതാ. അങ്ങനെ ചെയ്യാൻ അപ്പൊ തോന്നിപ്പിച്ചതും അതിനുള്ള ശക്തി തന്നതും എല്ലാം ശ്രീ മഹേശ്വരൻ തന്നെയാ. ആ, എന്തായാലും ഞാൻ കരുതിയതുപോലെ ഒന്നും അല്ല ഗംഗ. ആളെ കണ്ട ഇത്രയ്ക്ക് ധൈര്യമൊക്കെ ഉണ്ടെന്ന് തോന്നില്ല. ശരിക്കും താനൊരു കാന്താരി തന്നെയാ. എന്റെ മഹാദേവ, ഈ കുട്ടിയുടെ ഒരു കാര്യം, കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ എന്റെ കുഞ്ഞിനെ കാത്തോളനെ ഭഗവാനെ. അയ്യോ, മുത്തശ്ശി ഫോണിൽ വിളിച്ചിരുന്നു. മഹേട്ടനെ കണ്ടപ്പോ ഞാനിത് മറന്നു. ഹലോ ഹലോ മുത്തശ്ശി. ആ വളയൊക്കെ പിന്നീടാം, ആ ഫോൺ സൂക്ഷിക്കേ. മുത്തശ്ശി കട്ട് ചെയ്തോ? മുത്തശ്ശി ഹലോ. അയ്യോ, ഫോൺ സൂക്ഷിക്കാൻ പറഞ്ഞാ താഴെ ഇടുക ചെയ്യാ. മഹേട്ടാ, എന്നോട് ആരെങ്കിലും സൂക്ഷിക്കണമെന്ന് പറഞ്ഞാല് എന്റെ കയ്യിൽ നിന്ന് താഴെ പോവും. അതെപ്പോഴും അങ്ങനെയാ. മോളെ സൂക്ഷിച്ച്. സൂക്ഷിച്ച്. അതെ, ശരിക്കും സൂക്ഷിച്ചാ മതി, അപ്പൊ പോവില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അമ്മേ. അതെ. ശ്രേയമോളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഈ വീടൊന്ന് ഭരിക്കാൻ. ഓ, ആ മഹിയൊന്ന് വേഗം കല്യാണത്തിന് സമ്മതിച്ചാ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്ന പിന്നെ ദേവയാനിയുടെ സ്ഥാനത്ത് ഈ വീട് ഭരിക്കുന്നത് ഞാനായിരിക്കും. ഓം ശക്തി അങ്കാള പരമേശ്വരി തായേ, മാരിയമ്മ മുത്തുമാരിയമ്മ, അംബാവോസയിൽ പിറந்தவளே തായേ, മധുര മീനാക്ഷി, കാഞ്ചി കാമാക്ഷി, എൻ മലവാരത്തമ്മ ദേവിയേ. ഇതെന്താ എങ്ങോട്ടേ ഇടിച്ചേറി വരുന്നേ? ഇവിടെ ഒന്നും വേണ്ട, പോയേ. അമ്മ തായേ, ഭാവി ഭൂതം വർത്തമാനം എല്ലാം കറക്റ്റാ സൊല്ലും. നിജം നിജമാ സൊല്ലും. ഇവിടെ ഒരു ഭാവിയും വേണ്ട, ഭൂതവും വേണ്ട. ആവശ്യത്തിന് ഭൂതവും പ്രേതവും പിശാചും ഒക്കെ ഇതിനകത്തുണ്ട്. തൽക്കാലം അത് മതി. പോയേ. അങ്ങനെ പറയല്ലേ തായേ, ഇത് എന്നോட കുലത്തൊഴിൽ. ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ മാത്രം ദക്ഷിണ തന്നാ മതി തായേ. പ്രാണി മാതിരി അഴകാ ഇരിക്കുന്ന എന്താ മൂഞ്ചിയാലേ ഇല്ല എന്ന വാക്ക് ചൊല്ലക്കൂടാതെ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ആവശ്യം പറയാം. അതിനുള്ള സൂത്രം എന്തെങ്കിലും തന്റെ കയ്യിലുണ്ടോ എന്ന് പറ. സൊല്ലുങ്കമ്മ. എന്റെ മോളുടെ കല്യാണം പെട്ടെന്ന് നടക്കണം. നിശ്ചയം കഴിഞ്ഞിട്ടും പയ്യനൊരു താല്പര്യം കാണിക്കുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് കല്യാണം നീണ്ടു പോവാ. അപ്പടിയാ? அதுக்கு இருக்கு. இது பாருங்க அம்மா. എന്താ ഇത്? இதுதான் வசீகரண யந்திரப்பொடி. വശീകരണ യന്ത്രപ്പൊടിയോ? ஆமா. இது பாலிலோ ചായയിലോ വെറും വെള്ളത്തിലോ കലക്കി കൊടുത്താ പയ്യൻ പൊണ്ണെ സുറ്റി സുറ്റി വരും. ആണോ? நிஜமா சத்தியமா வரும்மா. நீங்க இது கொடுத்து பாரு. പയ്യൻ 2 നാളുക്കുള്ള കല്യാണത്തിന് കടം പിടിപ്പാ. എന്താ? പെട്ടെന്ന് കല്യാണം വേണമെന്ന് പറയും. ഉറപ്പാണോ? ഉറപ്പ്. ഒരു വാട്ടി കൊടുത്തു പാരുങ്കോ. ഞാൻ 3 നാൾ കഴിഞ്ഞു വരാം.
അപ്പൊ കല്യാണത്തിക്ക് ഡേറ്റ് അമ്മ എൻകിட்ட சொல்லுവേ. ശരി, എന്നാ പിന്നെ ഇതെനിക്ക് തന്നേക്ക്. ശരി അമ്മ, മനസ്സ് നിറഞ്ഞ് 2000 രൂപ ദക്ഷിണ കൊടുക്കും. അപ്പത്താ ഇതൊക്കെ ഫലം കിടക്കും. ഇപ്പൊ കൊണ്ടുവരാം. അമ്മാ തായേ, ദാ ദാ, 2000 ഉണ്ട്. ആ നല്ലത് നടക്കും. കുലദേവതേ നിജത്തെ കാപ്പാത്ത് തായേ. അപ്പൊ പോയിട്ട് വരട്ടമാ. പാല് റെഡി, തേയിലയും പഞ്ചസാരയും റെഡി. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചത്, 2 ഏലക്ക പൊടിച്ചത്, 1 പിഞ്ച് സിനമൺ പൗഡർ. ഓക്കെ. ശ്രേയ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാനേ മഹേട്ടനൊരു ചായ ഉണ്ടാക്കും അമ്മ. അതെന്തിനാ നീ ഉണ്ടാക്കുന്നേ? സീമ എവിടെ? സീമ വേറെ ജോലിയില്ല. മഹേട്ടനിപ്പോ എന്നോടുള്ള അകൽച്ച മാറ്റിയെടുക്കാനേ ഇതൊക്കെ ഒരു വഴിയുള്ളൂ. ഇതേ സാദാ ചായ അല്ല, സ്പെഷ്യൽ മസാല ടീ ആണ്. ഈ ചായ കുറച്ചുകൂടെ സ്പെഷ്യൽ ആവാനും മഹി നിന്റെ പുറകെ സുറ്റി സുറ്റി വരാനുമുള്ള ഒരു സാധനമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. സുറ്റി സുറ്റി വരാനോ? അതെന്താ? ഇത് കണ്ടോ? എന്താ ഇത്? ഇതാണ് വശീകരണപ്പൊടി. ഇത് നീ ചായയിൽ കലക്കി കൊടുത്താ പിന്നെ മഹി നിന്റെ പുറകീന്ന് മാറില്ല. ചായ കുടിച്ചു കഴിഞ്ഞാ അപ്പ കല്യാണം നടത്തണോന്ന് പറയും. അത്രയ്ക്ക് എഫക്റ്റാ. ആണോ അമ്മേ? ആ ദേ പാല് തിളയ്ക്കുന്നു. നീ തേയിലയിട. അല്ല, അമ്മക്കിത് എവിടുന്ന് കിട്ടിയേ? ഒരു കൈനോട്ടക്കാരൻ വന്നിരുന്നു. അയാൾ എന്നെ കണ്ടപ്പോഴേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ നിന്റെ കാര്യം പറഞ്ഞു. സംസാരിച്ചു വന്നപ്പോഴാ ഇങ്ങനെ ഒരു പൊടിയുടെ കാര്യം പറഞ്ഞത്. ഇത് നീ മഹിക്ക് കൊടുക്കുന്നു, മഹി നിന്റെ പിറകെ വരുന്നു. കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് മഹി തന്നെ പറയുന്നു. എങ്ങനെയുണ്ട്? ദാ, ഇനി ഇത് കുറച്ചെടുത്ത് ചായയിൽ കലക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.